ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ തേർഡ് ഡേ ഓഫ് കാശ്മീരാണ്. അപ്പോൾ രാവിലത്തെ വ്യൂ കണ്ടില്ലേ, നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഫ്രഷായ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മളിനി പഹൽഗാമിക്ക് പോവാണ്. അപ്പോൾ ഗുൽമർഗിൽ നിന്നാണ് നമ്മൾ പഹൽഗാമിക്ക് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിയിൽ തന്നെയാണ് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഡ്രൈവർ നിർത്തിയത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ വീട്ടിൽ കണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. അതിനുശേഷം പിന്നെ പോയത് നമ്മൾ ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഫാക്ടറിക്കാണ്. അവിടെ അങ്ങനെ ബാറ്റുകൾ ഉണ്ടാക്കണതൊക്കെ ശരിക്കും നമുക്ക് കാണാമായിരുന്നു. പിന്നെ ഇവിടുത്തെ ബാറ്റിൻ്റെ ഓരോരുത്തർ മേടിച്ചതിൻ്റെ ഒക്കെ ഫോട്ടോസ് അവർ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണതാട്ടോ ഇതൊക്കെ. പിന്നെ അവിടെ നമ്മൾ നേരിട്ട് പോയത് ആപ്പിൾ വാലിക്കാണ്. അവിടെ കുറേ അടുപ്പിച്ച് നിറച്ച് ഷോപ്പുകളുണ്ട്. ഞങ്ങളപ്പോൾ ഈ ഷോപ്പിലേക്കാണ് കയറിയത്. അപ്പോൾ വന്ന വഴിക്ക് മൊയിലിനെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പിടിച്ചതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആപ്പിൾ ജ്യൂസാണ് കുടിച്ചത്. പിന്നെ ഒരു ആപ്പിളിൻ്റെ പിക്കിളും പിന്നെ ആപ്പിൾ ചട്നിയാണ് മേടിച്ചത്. പിന്നെ ഈ പോണ വഴിയിൽ പെഹൽഗാമിത്തെ മമലേശ്വർ ടെമ്പിൾ അത്യാവശ്യം ഫേമസ് ആയ ടെമ്പിളാണ്. അത് പോണ വഴിയിൽ വ്യൂ കണ്ടു. നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോട്ടാം, ഇപ്പോൾ പോണില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി. ഇത് നമ്മുടെ 3ാമത്തെ ഹോട്ടലാണ്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ളിൽ ഇത്ര നല്ല രസമാണെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഉള്ളിലൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറി വരുന്ന വഴിക്കുള്ള വ്യൂ ആണെങ്കിൽ റൂം കണ്ടപ്പോൾ അപ്പനെ വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ലഗേജൊക്കെ ജസ്റ്റ് അവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് റൂമിൻ്റെ ഒക്കെ ഒരു വ്യൂ കാണിച്ചു തരാനായിട്ടാണിത്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല റൂമായിരുന്നു. ഈ പുറത്തുള്ള വ്യൂ കണ്ടില്ലേ, നിറച്ച് സ്നോ ഒക്കെ വീണിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞൊന്ന് വന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ വന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് എനിക്കൊരു ഉമ്മൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ എന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്തുനിന്നൊരു വീഡിയോ എടുക്കാമെന്ന്. ആ വീഡിയോ എടുക്കാൻ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. 2 പേരും നല്ല അടിയായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ അടിക്കൊക്കെ ശേഷം ഒരു വീഡിയോ എടുത്തു. ഇടയിൽ ഞാൻ വീഴാനൊക്കെ പോയി, ചേട്ടനെ കുറച്ച് ചീത്തൊക്കെ പറഞ്ഞു ഞാൻ. എന്നാലും കുഴപ്പമില്ലാത്തൊരു വീഡിയോ കിട്ടി, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ പഹൽഗാമിൽ കുറച്ച് നേരത്തെ എത്തി, ഒരു 4 o'clock 4:30 എത്തി. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ എത്തിക്കാനും ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് നടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു. അങ്ങനെ കുറച്ച് നടന്നതിനൊക്കെ ശേഷം പിന്നെ അവിടെ നിൽക്കാൻ പറ്റണില്ല, പുറത്ത് ഭയങ്കര തണവായി, നൈറ്റ് നല്ല ഇരുട്ടാവാറായി. അപ്പോൾ നമ്മൾ വേഗം പിന്നെ റൂമിലേക്ക് വന്നു. റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഫുഡ് കിട്ടി. ഇത് മറ്റേ പാക്കേജിലുള്ളതാണ്. അപ്പോൾ നമുക്ക് അവർ ഫുഡ് ഉണന്നു. ഞാൻ ഇത്ര ദിവസം കഴിച്ചതിൽ വെച്ചിട്ട് നല്ലൊരു ഫുഡായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി നമ്മൾ നാളെ പഹൽഗാമിലത്തെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ ഇനി പോവാണ്ട്. അപ്പോൾ ഇനി ആ പോണ വീഡിയോ നമുക്ക് അടുത്ത പാർട്ടിയിലാക്കിയിടാം. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.